ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മോളോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നോട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് രാവിലെ ഞങ്ങൾ എണീറ്റപ്പം മഴയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഒരു 6 മണിയായപ്പോൾ തുടങ്ങി ഇങ്ങനെ മഴ ചാറി 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 നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു 3-4 ദിവസമായിട്ട് നല്ല തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. കാരണം നമ്മുടെ കണ്ണൻ ആ മെഷീൻ വാങ്ങിച്ചായിരുന്നല്ലോ, അപ്പം മെഷീനെ കയറാൻ വേണ്ടി ഞാനും പോകുന്നുണ്ട്. പിന്നെ അവിടെ വരുന്നവർക്ക് കുറച്ച് പേർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം പ്രായമുള്ള അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഷോൾഡർ പെയിനോ കൈക്കോ കാലിനോ മുട്ടിനോ ഒക്കെ ആയിരിക്കും പ്രശ്നം. അപ്പോൾ നമുക്കൊരു റോളുണ്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ആരെങ്കിലും അടുത്തിരുന്നൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്, അമ്മമാർക്കാണെങ്കിലും അച്ഛന്മാർക്കാണെങ്കിലും ഒക്കെ. അപ്പോൾ ഞാൻ ചെന്ന് എനിക്ക് ഞാൻ ആദ്യം മിഷനിലൊന്ന് കിടന്ന് ചിലപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ആളില്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് കിടക്കും. ഇതല്ലെങ്കിൽ എല്ലാ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഞാനും മിഷനെ കയറിയിട്ടൊക്കെ വരും. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ 2 മണിയൊക്കെ 2-2:30 3 ആയപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇന്ന് പക്ഷേ ഇച്ചിരി ലേറ്റായി. ഇന്ന് നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കുറച്ച് സമയം കറണ്ട് ഇല്ലാണ്ട് പോയി. അതുകൊണ്ട് നമുക്ക് കുറച്ച് പേര് വന്നവരെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയില്ല. എന്നാലും ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ചെയ്ത് കൊടുത്തു. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലം കാണുന്നുണ്ട് കേട്ടോ. പിന്നെ കണ്ണൻ്റെ ആ സംരംഭം വലിയ കുഴപ്പമില്ലാണ്ട് വിജയിക്കും എന്ന് തോന്നുന്നു. പിന്നെ അതിനെക്കാട്ടും ഉപരി എനിക്ക് കണ്ടപ്പോൾ സങ്കടവും വിഷമവും വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, ഓരോ ചേച്ചിമാരെയും ചേട്ടന്മാരെയും കാണുമ്പോൾ ഞാൻ ഈ ഉപ്പേറത്തിന് ജനിച്ചു വളർന്നല്ലേ, അപ്പോൾ കാണുമ്പോൾ അതിനോട് ഈ ശേഷം സുഖം സന്തോഷം അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോകും. കാണുമ്പോഴേക്കേ ടൗണിലൊക്കെ വെച്ചാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ചേ കാണുമ്പോൾ. പക്ഷെ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വേദനകളാണ്, എല്ലാവർക്കും വേദനകളാണ് കേട്ടോ. സത്യം പറയാമല്ലോ, ഇന്ന് നമുക്ക് വന്നവർ മൊത്തം ഈ സിന്ധു നീയാണ് ഇവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ചിരിച്ച് കാണിച്ച് ഹായ് കാണുന്നതിനാണ് ഹായ് ഓക്കെ ബൈ അത്രയും പറഞ്ഞ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ നല്ല എനർജിയാണ്, നല്ല ആരോഗ്യമാണെന്നൊക്കെയാണ് നമ്മൾ കരുതിക്കൊണ്ടിരുന്നത്. പക്ഷെ വെറുതെയാണ് കേട്ടോ. ഇപ്പം ആ വേദനകളില്ലാത്ത മനുഷ്യരില്ലെന്ന് തന്നെ പറയാം. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ അടുപ്പിൽ തീ കത്തിക്കുമായിരുന്നു, ശരിയല്ലേ? പിന്നെ തണുപ്പ് കാലം ആകുമ്പോൾ എല്ലാ വീടുകളിലും ചപ്പ് തൂത്ത് കൂട്ടുന്ന ചപ്പെല്ലാം കൂടെ ഒരു വീടിൻ്റെ കുറച്ച് ഇച്ചിരി അപ്പുറത്ത് ദൂരോട്ട് മാറ്റിയിട്ടിട്ട് രാവിലെ കത്തിച്ച് ചൂട് കായുമായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ പിന്നെ തണുപ്പ് സമയത്ത് അപ്പോഴും തീ ചപ്പെല്ലാം കൂടെ മുറ്റമെല്ലാം കൂടെ അടിച്ച് ചപ്പെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു സൈഡിൽ തീ കത്തിച്ച് കായുമായിരുന്നു. അപ്പോൾ നമുക്ക് ശരീരത്തിന് നല്ല ചൂട് കിട്ടുമായിരുന്നു. സത്യം. അതുകൊണ്ട് തന്നെ രാവിലെ എല്ലാ പെണ്ണുങ്ങളും മക്കളും സ്ത്രീകളും ലേഡീസ് എല്ലാം മുറ്റം തൂക്കുന്നു. ഇപ്പോൾ അതിൽ മുറ്റം തൂക്കുന്നവരുണ്ടോ? ഒന്നുമില്ല. അപ്പം നമുക്ക് വൈറ്റമിൻ ഡിയും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ലേഡീസ് ആണെങ്കിൽ 2 പ്രസവം അല്ല 2, 3, 4, 5 കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കഴിയുമ്പോഴത്തേനും 2 മക്കളാ മതി. പ്രസവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ മൊത്തം കഴിയുകയാണ് അല്ലേ. ഒരു 45 കഴിഞ്ഞോ പിന്നെ എല്ലാവർക്കും വേദനകളും പ്രശ്നങ്ങളുമാണ് കേട്ടോ. ഇന്ന് വന്നവരെല്ലാം എനിക്ക് കാണുമ്പോൾ ഇത് തോന്നുമായിരുന്നേ, എപ്പോൾ കണ്ടാലും വിട്ടുവെച്ചിരിക്കാൻ പറഞ്ഞു. പക്ഷെ ഇത്രയും വേദനയുണ്ട്, വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു വേദനയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ഓർക്കുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ വേദന എന്നൊക്കെ. അപ്പോൾ ഒരു പരിധി വരെ ഒത്തിരിയും പേർക്കും വേദനയൊക്കെ ഉണ്ട്. അത് കൂടുതലും ചെറുപ്പം മുതൽ ഒത്തിരി കഷ്ടപ്പെട്ടവരാണ് ചിലരൊക്കെ വരുന്നത് കേട്ടോ. ചെറുപ്പം മുതൽ പണിയൊക്കെ ചെയ്തവർ, പിന്നെ വീണ് ചതഞ്ഞവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് കൂടുതലും പ്രശ്നങ്ങൾ കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ഇന്ന് വന്നു. കുറേയധികം പേർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ലപോലെ മെഷീനെ കയറ്റും കുറവൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കും ഷോൾഡറിനൊക്കെ ചെറിയൊരു പെയിനൊക്കെ വരും. എന്നാലും ഞാൻ നോക്കുന്നില്ല. കാരണം ആ സ്ഥാപനത്തിൽ ആ സെൻറ്ററിൽ വരുന്നവർക്കെല്ലാം സുഖമായിട്ട് പോകണം. മെഷീനെ കയറുമ്പം ഒരു സന്തോഷവും സമാധാനവും ഒക്കെ പറയണം എന്നൊക്കെയാണ് എൻ്റെ കണ്ണൻ്റെ ഫാമിലിയുടെ എല്ലാവരുടെയും ആഗ്രഹം കേട്ടോ. അപ്പം എന്തായാലും നല്ല രീതിയിൽ പോകുന്നു. അപ്പം ഞാനിപ്പോൾ ഇന്ന് പോയിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ഇനി വേണം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വിശേഷത്തിലോട്ടൊക്കെ പോകാം. ബായോ. മഴ ചാറി 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 ഇച്ചിരി തോർന്നിട്ടുണ്ട് കേട്ടോ. സന്ധ്യാറായി കേട്ടോ. സമയം ഉണ്ടോ? സമയം സന്ധ്യാറായി. എൻ്റെ വണ്ടി ഉണ്ടല്ലോ, ഞാൻ കുറേ ദിവസമായിട്ട് നമുക്ക് അവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ഇറക്കാൻ മേലാതിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇവനെ ഒന്ന് കൊണ്ടുപോയി നമ്മുടെ അവിടുത്തെ അമ്മൂസിൻ്റെ വീട്ടിലും പ്രീതിയുടെ വീട്ടിലും കൊച്ചൊക്കെ ഒന്ന് പൂച്ചയെല്ലാം കയറി സീറ്റയിലൊക്കെ വന്നിട്ട് ഇപ്പോൾ ആണെങ്കിൽ പൂച്ച കയറിയതിന് പാടൊക്കെ ഉണ്ടോ, അതൊന്ന് കഴുകണം എന്നൊക്കെ വിചാരിച്ചാൽ. പക്ഷേ പറ്റിയില്ല, ഞാൻ ലേറ്റായിപ്പോയി. ഇനിയിപ്പം വന്ന് ദേഹം ഒന്ന് കഴിയതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഓർത്തുന്ന വീഡിയോയ്ക്ക് ഇൻ്റർവ്യൂയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ബാക്കി കാര്യങ്ങളെന്ന്. നല്ല ഭംഗിയില്ലെന്ന് നോക്കിയതേ, റോസപ്പൂ നിൽക്കുന്നത് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ ബാങ്ക് വിളിക്കുന്നു. നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു മോസ്ക് ഉണ്ടല്ലോ, അവിടെ ബാങ്ക് വിളിക്കുന്നത് ആ ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും കേട്ടോ.
അപ്പം ഞാൻ കട്ടാക്കിയതാ. ഞാൻ നിങ്ങളെ ഈ പൂവെന്ന് കാണിക്കാമെന്ന് ഓർത്താൽ എല്ലാം മിക്ക മുട്ടും തന്നെ വിരിഞ്ഞ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഞാനോർത്തെ ആദ്യം വിരിഞ്ഞൊക്കെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകുമായിരിക്കുന്നത്. പക്ഷേ ആദ്യം വിരിഞ്ഞ പൂ സഹിതം നിപ്പുണ്ട് ഇപ്പോഴും കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ദൈവമേ മതി. ചെടിച്ചട്ടിക്കകത്തൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പിടിക്കുമോയെന്ന് എനിക്കറിയത്തില്ല. നല്ല രസമുണ്ട്. രാവിലെ ഞാൻ മിറ്റമൊക്കെ തൂത്തതാണ്. ഇത് കണ്ടോ കിടക്കുന്ന കാറ്റാണ് നമ്മുടെ ഈ പൂവേന്ന് ചെടിയേന്ന് വീഴുന്നതാണ് കേട്ടോ. നല്ല കാറ്റായിരുന്നു ഇന്നൊക്കെ. അപ്പം ഇന്നിപ്പോൾ വിളക്കൊന്നും കത്തിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യമാണ് നമുക്ക്. അപ്പം വിളക്ക് 3-4 ദിവസമായിട്ട് കത്തിക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് അല്ലാണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് എവിടുന്നാണ് മേടിച്ചതെന്ന് പറയണമെന്ന് കമൻറ്റ് കണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചേട്ടായിട്ട് ചോദിക്കാൻ മറന്നു കേട്ടോ. ചേട്ടായുടെ ഒരു ഫ്രണ്ടാണ് അത് ഗിഫ്റ്റായിട്ട് തന്നത്. ഇവിടെയുള്ള ആളും അല്ല. എനിക്ക് എവിടെയാണെന്ന് ഞാൻ ചേട്ടായിട്ടൊന്ന് ചോദിച്ചിട്ട് പറയാം കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മുടെ വീടിനകത്ത് കിടക്കുന്നത് എങ്ങനെയാണ് എല്ലാം. ഇന്നലെ രാത്രി വീഡിയോ എടുക്കാൻ നേരത്ത് സെറ്റാക്കി വെച്ച് ട്യൂബ് ലൈറ്റൊക്കെയാണ്. പിന്നെ കിങ്ങിണിമോളുടെ സൈക്കിൾ അങ്ങോട്ട് എടുത്തിട്ട് വെച്ചാൽ അത് എടുത്തോണ്ട് വെച്ച് പാണ്ട് അവിടെ എല്ലാം അങ്ങോട്ട് ആ ഷീറ്റ് ചുളുങ്ങിപ്പോയി. പിന്നെ ഇപ്പം ഞാൻ കൊണ്ടുപോയിട്ട് വെച്ച ബാഗും സാധനങ്ങളും ഒക്കെയാണ്. പിന്നെ ഇന്നുണ്ടല്ലോ ഒരുത്തി മുട്ട പൊട്ടിച്ചു കളഞ്ഞു. ഒരെണ്ണം പൊട്ടിച്ചു കളഞ്ഞു. ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ കഴുകി ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഈ തോർത്തിലോട്ട് കൊണ്ട് വെച്ചാൽ. പിന്നെ കപ്പ ഇത് വേവിക്കാമെന്ന് എഴുതിക്കൊണ്ട് പുറത്തോട്ട് ഇറക്കി വെച്ചതാണ്. ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചതാണ്. ഉണ്ടോ പാത്രമൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുക. ഇപ്പം രാവിലെ കഴുകി വെച്ചത് ഇപ്പം ഞാൻ വന്നിട്ട് കുളിച്ചിട്ട് അങ്ങോട്ട് എടുത്ത് വെച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളെ വേറൊരു സാധനം കാണിക്കാവേ കേട്ടോ. ഒരു സാധനം ഇതെന്നാന്നറിയോ? ശബരിമല പ്രസാദമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടല്ലോ 2 വായിക്കിട്ടുണ്ടേ. എനിക്ക് എന്നെ ഇഷ്ടമുള്ള സാധനം എന്നറിയാം. ശബരിമല പ്രസാദം ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഇന്ദ്രിയപ്പം ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഈ പ്രസാദം പായസം അരവണയൊന്നും എനിക്കിഷ്ടമില്ല. പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ശബരിമലയിൽ നേരത്തെ ഒരു ഉണ്ണിയപ്പം കൊണ്ടുവരുമായിരുന്നു. അതും ഭയങ്കര ഇഷ്ടമായിരുന്നു. നെയ്ക്കകത്ത് മാത്രം ഉണ്ടാക്കിയൊരു ഉണ്ണിയപ്പം. ഇത് നമ്മുടെ അളിയൻ്റെ അനിയൻ്റെ മോൻ ശ്രീകുട്ടൻ പോയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് അരവണയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ കിങ്ങിണിമോക്ക് എന്തുമാത്രം ഇഷ്ടമെന്നറിയാം. ഇത് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ചേട്ടായി കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, ഒരു ദേവീക്ഷേത്രത്തിൽ കണ്ടെന്നെ അവരെല്ലാവരും കൂടെ. അപ്പം ചേട്ടായി വന്നപ്പം ഈ എന്നാ പറയുന്നത്, നമ്മുടെ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചതിനകത്ത് ഈ അവലും മലരും എല്ലാം കൂടെ ഉള്ള ഒരു ശകലം പ്രസാദം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അന്ന് കണ്ടില്ല. ഇവരെല്ലാവരും ഉഷേച്ചി അവരെല്ലാവരും ഉണ്ടായിരുന്നല്ലോ, ചാന്തക്കുച്ചി എല്ലാവരും. അപ്പോൾ തിരക്കിനിടെ ഞാൻ കണ്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ മറ്റേ മഞ്ഞളും ചന്ദനവും ഒക്കെ അത് വിചാരിച്ചുകൊണ്ട് നമ്മുടെ വിളക്ക് കത്തിക്കുന്നതിന് അവിടെ വെച്ചേക്കാൻ പറഞ്ഞു അമ്മൂനോടെ. അപ്പോൾ അവിടെ വെച്ചു. പിറ്റേ ദിവസം ഞാൻ ഇതെടുത്ത് നോക്കിയപ്പോഴേ ഇതിനകത്ത് മലരും ഇതെല്ലാം കൂടെ കേട്ടോ. അപ്പം ഞാൻ കിങ്ങിണിമോക്ക് തമ്പാച്ചൻ്റെ എൻ്റെ ദൈവമേ ഒരെണ്ണം ഇല്ലാതെ ആ അവലും കുറച്ചേ ഉള്ളായിരുന്നു. അതെല്ലാം കഴിച്ചു. അത് കഴിച്ചിട്ട് എന്നോട് വന്ന് പറഞ്ഞു, അമ്മ തമ്പാച്ചൻ്റെ താന്ന്. ഇപ്പം ഇന്ന് ഇത് കണ്ടപ്പോൾ ഇന്നലെ വൈകിട്ട് ഇടയിൽ കൊണ്ടുവന്നാ കേട്ടോ. ഇന്നലെ ഇത് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ എൻ്റെ കൊച്ചിനെ ഓർത്തു. കാരണം ഭഗവാന്റെ അയ്യപ്പൻ്റെ അല്ലേ. നമുക്കിപ്പോൾ കൊണ്ട് തന്നേക്കുന്നത് നമ്മുടെ ശ്രീകുട്ടനാണ് കേട്ടോ. ചേട്ടൻ്റെ കടയിൽ നിൽക്കുന്ന മോനാണ്. നമ്മുടെ അനിയൻ്റെ മോനാണ് കേട്ടോ. അവൻ ഇപ്പോൾ ആദ്യം മാലയിട്ടിട്ട് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് മകരവിളക്കിനാണ് പോയത്. പോയിട്ട് വന്നപ്പോൾ കൊണ്ടു തന്നതാണ്. പിന്നെ കടയിൽ നിന്ന് വേറൊരു മണി എന്ന് പറഞ്ഞ ഒരാളും ഉണ്ടായിരുന്നു. അവരുടെ രണ്ടിൻ്റെയാണോ അതോ ശ്രീകുട്ടൻ തന്നെ കൊണ്ടുവന്നാണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും 2 പൊതി ചേട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. രണ്ട് പൊതി അഴിച്ച് നോക്കാം. ഒരിടത്തെ ആണോന്ന് നോക്കട്ടെ. ഇത് രണ്ടും ഒരിടത്തെയാണ് കേട്ടോ. ആരോണ രണ്ടിനകത്തുണ്ട്. നെയ്യപ്പാണോ ഉണ്ണിയപ്പാണോ നോക്കട്ടെ. അല്ല, അത് ശർക്കരയാണ്. ഇത് രണ്ടും ഒരിടത്ത് ഉണ്ടാക്കിയേക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇരിക്കട്ടെ, ഞാൻ കഴിച്ചോളാം. എന്താണെന്നറിയോ, ഞാനിപ്പോൾ വിശന്നായിരുന്നു വന്നിട്ട് ഞാൻ ബന്ന് മേടിച്ചുകൊണ്ട് വന്നു. ഞാലിപ്പൂവൻ പഴവും മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് 2-3 ഞാലിപ്പൂവൻ പഴവും വന്ന് കയറി പാടെ 2 കപ്പ് വെള്ളം എടുത്ത് കുടിച്ചു. എന്നിട്ട് ഞാലിപ്പൂവൻ പഴവും വന്നും കഴിച്ചു. അതുകൊണ്ട് ഇപ്പം വലിയ വിശക്കുന്നില്ല. അതുകൊണ്ട് ശകലോടെ കഴിഞ്ഞിട്ട് ഞാനിത് കഴിച്ചതാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഭഗവാന്റെ ശബരിമലയ്ക്ക് പോയിട്ട് അവിടെ കൊണ്ടുവരുന്ന സാധനം കൂടെ കൂട്ടി പ്രസാദം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഒരു ഇതല്ലേ, ഭയങ്കര പുണ്യമല്ലേ, ഭയങ്കര ഐശ്വര്യമല്ലേ. അപ്പം നമുക്കുണ്ടല്ലോ ചെണ്ട പുഴുങ്ങും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇത് ഇങ്ങനത്തെ കപ്പ മേടിച്ചിട്ട് വന്നിട്ട് ചെണ്ട പുഴുങ്ങിയിട്ട് നല്ലതായിരുന്നേ, മുളകും കൂടെ പൊട്ടിച്ചപ്പോഴേ. അപ്പോൾ ചേട്ടായിലുള്ള ചോറ് ഇരിപ്പുണ്ട്, ചൂടാക്കിയാൽ മതി. അപ്പോൾ ചേട്ടായി വരാറാകുമ്പോഴത്തേക്കും ചൂടാക്കിയാൽ മതി. പിന്നെ വേണമെങ്കിൽ ഒരു കഷ്ണമൊക്കെ ഞാൻ തിന്നും, ഇല്ലെങ്കിൽ തിന്നത്തില്ല. ഇപ്പോൾ ഈ പ്രസാദവും മനുവൊക്കെ കഴിച്ചുകൊണ്ട് വിശക്കത്തില്ല. പ്രസാദം കഴിക്കണം. അപ്പോൾ അത് കഴിക്കുമ്പോഴത്തേനും പിന്നെ വിശക്കത്തില്ല. പിന്നെ ചേട്ടായിക്ക് അഥവാ വേണമെന്ന് കപ്പ ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചാലോ, അതുകൊണ്ട് ഞാൻ ഉണ്ടെന്ന് അങ്ങ് പുഴുങ്ങി വെച്ചേക്കാന്ന്.
അല്ല പിന്നെ എനിക്ക് രാവിലെ കഴിച്ചിട്ട് പോവാം. അങ്ങനെ ഇത് മൊത്തം കൊണ്ടൊന്നും വേണ്ട. ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഈ രണ്ടെണ്ണമൊക്കെ പുഴുങ്ങിയാലും ചിലപ്പോൾ 2-3 ദിവസം കൊണ്ടൊക്കെ തീരുന്നത്. നല്ല കപ്പയായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ കപ്പയായിരുന്നു പുഴുങ്ങിയിട്ട്. അപ്പം മുളകും കൂടെ പൊട്ടിച്ചാൽ ഭയങ്കര ഇഷ്ടമായിക്കോളും, തിന്നോളൂ. എന്നോട് ഇന്ന് കടയിൽ നിന്ന് ഞാനിപ്പോൾ ഇങ്ങനെ പോകുമ്പോഴേ ചേട്ടാ റേഡി താറാവിനെ ചെന്നിട്ട് കറി വേണ്ട കേട്ടോ, താറാവ് റോസ്റ്റ് ഉണ്ടാക്കി വെക്കണേന്ന്. അപ്പം ഞാൻ ചോദിച്ചു താറാവ് എവിടെ ഇരിക്കുന്നത്? സജിയുടെ പെണ്ണും കടയിലുള്ള സ്റ്റാഫ്മാരും എല്ലാം കൂടെ പുറത്തിറങ്ങി നിൽക്കുക. ഞാൻ ഈ സ്കൂട്ടി എടുത്തുകൊണ്ട് വരുന്നത് കണ്ടിട്ടേ ചേട്ടായി വിളിക്കുന്നുണ്ട്. അപ്പം ചേട്ടായുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടായി വിളിച്ചാണ് കേട്ടോ, എന്നാലും വേണമെന്ന്, സാധനം വേണമെന്ന്. അപ്പം കടയിൽ നിന്ന് ഒരു 6-6:30 ആകുമ്പോഴത്തേനും എന്നും വിളിക്കും എന്നാ വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അന്നന്ന് വേണ്ട സാധനം അന്നെങ്കിൽ മേടിച്ചുകൊണ്ട് വരും. നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ കൂട്ടുകുടുംബമായിട്ട് എസ്റ്റേറ്റിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പം നമ്മൾ ആഴ്ചയിലും മാസത്തിലും ഒക്കെ ആയിരുന്നു മേടിക്കുന്നത്. അന്നേരമൊക്കെ മാവേലി സ്റ്റോറിൽ പോയി മേടിക്കുമായിരുന്നു ഞാനും ചേട്ടായും കൂടെ. ഇപ്പം ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, ഒത്തിരി സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അന്നേരം അങ്ങ് മേടിച്ചേക്കും, തീരുന്നതനുസരിച്ച് അങ്ങ് മേടിക്കും. പിന്നെ ഇങ്ങനെ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോഴേ ഒക്കെ ഉള്ളൂ ഇച്ചിരി എല്ലാം കൂടെ ഒത്തിരി മേടിക്കേണ്ടി വരുന്നത്. അങ്ങനെ മേടിക്കേണ്ടി വരികയല്ല, നമ്മൾ മേടിച്ച് കാണും നമ്മുടെ കയ്യിൽ. അപ്പോൾ അങ്ങനെ അപ്പോൾ ചേട്ടാ എന്ത് പറയണേ, അവരുടെ എല്ലാവരുടെയും ഗ്യാങ് വലിയ ഗമയ്ക്ക് പറയാം, എടി ഇന്ന് വൈകിട്ട് താറാവിനെ റോസ്റ്റ് ചെയ്താൽ മതിയേ, കറി വേണ്ട കേട്ടോ, ഫ്രൈയും വേണ്ട കേട്ടോ, താറാവിനെ റോസ്റ്റ് ചെയ്താൽ മതി. പെട്ടെന്ന് എനിക്ക് ക്ലിക്ക് അടിച്ചില്ല. ഞാൻ ചോദിച്ചാൽ താറാവോ എന്ന് ചോദിച്ചു. ആ താറാവ്. അപ്പോൾ അടുത്ത അനുഭവം പറയാടേ, അവിടുത്തെ കടയിലെ തന്നെ ചേട്ടൻ സ്റ്റാഫാണ്. അവൻ പറയാ, ആൻറ്റി ആ താഴത്തുകാരുടെ വീട്ടിൽ 2 താറാവില്ലേ, ഒരു കല്ലെടുക്കുക, പതിയെ താറാവിൻ്റെ പുറത്തോട്ടിടുക. അപ്പോൾ താറാവ് അവിടെ കിടന്നൊന്ന് പിടയ്ക്കും. പിന്നെ ഇച്ചിരി ചൂടുവെള്ളത്തിൽ മുക്കി പപ്പും കൂടെയൊക്കെ പറിച്ച് ഒന്ന് ഫ്രൈ ആക്കുന്ന കാര്യമാണ്. അല്ല ഒന്ന് ഇങ്ങനെ എന്നാ ആക്കണമെന്ന് പറഞ്ഞത്, കറി വയ്ക്കണ്ട പപ്പാസോ അങ്ങനെ കണ്ട് ചെയ്താൽ മതി എന്നായിരുന്നു പറഞ്ഞത്. താറാവ് റോസ്റ്റ് അത് മതി എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കാനാണ് ഞാൻ പറഞ്ഞാൽ. ഇപ്പോഴാണ് മോനെ എനിക്ക് മനസ്സിലായെന്ന് കൊണ്ട് തോന്നുന്നു. വരുമ്പോഴത്തേക്ക് കപ്പയും മുളകും പൊട്ടിച്ച് വെക്കാം. നമ്മൾ പിന്നെ എന്താ പറഞ്ഞത്, നമുക്ക് ചില സമയങ്ങളിൽ എപ്പോഴും നമുക്ക് ഇറച്ചിയും മീനും ഒക്കെ മേടിച്ച് തിരിച്ചു ഒന്നാക്കിയല്ല. അപ്പോൾ ചിലപ്പം അല്ലേ, അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനമൊക്കെ വെച്ച് നമ്മൾ കഴിച്ച് പഠിക്കണം, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ ഞാനെന്ത് തിന്നത്തുള്ളൂ, ഞാൻ ബർഗർ മാത്രമേ തിന്നത്തുള്ളൂ, ഞാൻ ഉണ്ടായി വീണപ്പോഴേ ഞാൻ അൽഫാമാണ് കഴിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ല അല്ലേ. അങ്ങനെയുള്ളവർ മുട്ടത്തും ഇല്ല മുഴുക്കത്തും ഇല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്നും ഇങ്ങനെ ഒരേ രീതി കിടക്കും, കുറേ കഴിപ്പ് മാത്രം നടക്കും അല്ലേ. എപ്പോഴൊക്കെ ആവാം, കുഴപ്പമില്ല. പക്ഷേ എന്ന് സ്ഥിരം ഈ ഹോട്ടൽ ഫുഡും മോട്ടറെ കിടപ്പുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റും. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കിഷ്ടമില്ല. ചേട്ടായിക്ക് ഒട്ടും ഇഷ്ടമില്ല. ചേട്ടായിക്കാണ് ഇപ്പോൾ ഹോട്ടൽ ഫുഡ് ഒട്ടും ഇഷ്ടമില്ല. ഈയിടെ കണ്ടില്ലേ, ഞങ്ങൾ അന്ന് കട്ടപ്പന ഫെസ്റ്റിന് പോയിട്ടാണെങ്കിൽ ഒരു ദോശയാണ് ചേട്ടായി കഴിച്ചു. അതാണ് അങ്ങനെയൊക്കെ വല്ലപ്പോഴും ഒന്ന് പോകുമ്പോൾ നമ്മളൊന്ന് കഴിക്കുന്ന മാതിരിയല്ലല്ലോ, അതൊക്കെ വേണമെന്ന് ഞാൻ പറയും. പക്ഷേ ഇല്ല, ചേട്ടായിക്ക് ഇപ്പം ഹോട്ടൽ ഫുഡൊന്നും ഇഷ്ടമില്ല അങ്ങനെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ തനി ഭക്ഷണം, അത് ഒരു പരിധി വരെ അതാണ് നല്ലതും കേട്ടോ. ഈ അസുഖങ്ങളെ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കപ്പ ചുട്ട് കഴിക്കുക. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് പിള്ളേർക്ക് എല്ലാവർക്കും കപ്പ, പച്ച ഏത്തയ്ക്ക, ചേമ്പ് ഒക്കെ ചുട്ട് തരുമായിരുന്നു. പപ്പടം, ഉണക്കമീൻ, പച്ചമത്തി മേടിച്ചിട്ട് അത് ചുട്ട് തരുമായിരുന്നു. അതുപോലെ തന്നെ നല്ല ബീഫിൻ്റെ നല്ല പീസ് എടുത്തിട്ട് കഴുകിയിട്ട് അടുപ്പിലിട്ട് ചുട്ട് തരുമായിരുന്നു. അതൊക്കെ ഞങ്ങൾ കഴിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും കുഞ്ഞിൽ ഒരു അസുഖവും ഇല്ലായിരുന്നു, ഒരു അസുഖവും. അതൊക്കെ ഒരു അത്ഭുതമാണ്. അങ്ങനെ ഇങ്ങനെ ഒന്നും അസുഖം വന്നൊക്കെ. അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ചാൽ നല്ല ഫുഡായിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്, ആർക്കും അസുഖങ്ങളും ഇല്ലായിരുന്നു. എൻ്റെ വല്യമ്മച്ചിയൊക്കെ ഉണ്ടല്ലോ, ഈ അമ്മയുടെ അമ്മയൊക്കെ, എൻ്റെ മുന്നേ അത്രയും പ്രായമായി കഴിഞ്ഞും വെല്ലുമിച്ച് ആ സിറ്റിയിൽ നിന്ന് ആ മുതുകേറ്റ് കയറി ഒറ്റക്കെട്ട് വിറകും ഒറ്റക്കെട്ട് ഇതെല്ലാം കൊണ്ടുപോയിരുന്നു. ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലായിരുന്നു. കാരണം അവരൊക്കെ കഴിച്ചത് നല്ല ആഹാരമാണ്, അതുകൊണ്ട് അസുഖമില്ല. ഇപ്പോഴും ചില തറവാട്ടി ചെന്നാൽ കാണാവേ അമ്മമാർ, പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ, അവർക്ക് ഇഷ്ടം ഇച്ചിരി കഞ്ഞിയും കപ്പയൊക്കെയാണ്. എൻ്റെ മക്കളെ ഞങ്ങൾക്ക് ഇച്ചിരി കഞ്ഞിയും കപ്പയൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞോണ്ടേ അങ്ങനെയുള്ള അമ്മമാർക്കൊക്കെ ആരോഗ്യമുണ്ട്. ഇന്നോടെ ഒരു നല്ല സുന്ദരി അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ നാട് കണ്ണൂരാണ് കേട്ടോ. കണ്ണൂർ നമ്മുടെ വാൻസൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ മോളെ ഇങ്ങോട്ട് ഉപ്പിറക്കി കെട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. ആ മോക്കിപ്പം വാഗമണ്ണിലാണ് ജോലി. അപ്പോൾ ഇപ്പോൾ അവർ വാഗമണ്ണിലാണ് താമസിക്കുന്നത്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് അമ്മ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തണുപ്പൊന്നും പറ്റുന്നില്ല ഒട്ടും. കാലൊക്കെ ചെരുപ്പൂരിയൊക്കെ പോവാന്നേ, മരച്ചിട്ടേ കാലും കൈയൊക്കെ ഇങ്ങനെ ഐസ് പോലെ ഇരിക്കുക കേട്ടോ. നല്ല സുന്ദരി, എനിക്ക് ക്യൂട്ടാണ് അവിടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. എന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ വെട്ടി ക്രാപ്പ് അടിച്ചിട്ടൊക്കെ നോണം കിട്ടുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കളവിയാകുമ്പോൾ ഞാനും ഇങ്ങനെ തന്നെ മുടി കെട്ടിയിടത് ചിരിക്കുക അന്നേരം കേട്ടോ.
എന്നിട്ട് ആ അമ്മേനെ കയറ്റി കിടത്തി. അപ്പം ആ അമ്മയുടെ മോള് ഇവിടോട്ട് കെട്ടിക്കൊണ്ട് വന്നതാണ്. ഇപ്പം അവർ കുറച്ച് വർഷങ്ങളായിട്ട് വാഗമണിലാണ് താമസിക്കുന്നതേ. അപ്പം കുറച്ച് നേരം കൊണ്ട് എന്നെ നോക്കുന്നുണ്ട് കേട്ടോ ഈ മോള്. കുറച്ച് നേരം കൊണ്ടൊക്കെ നോക്കിയിട്ട് ഷൂ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അയ്യോ യൂട്യൂബ് ഉള്ളതല്ലേ, അയ്യോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇത് ഉപ്പുകറല്ല സിന്ധു മാവളോസ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഉപ്പുകറക്കാരനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അറിയാവുന്ന അടി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാനൊന്നും ഉള്ള സമയമില്ല. പക്ഷെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം അവർക്ക് ജോലിയും 2 കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടിയിലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഡ്യൂട്ടിക്കിടെ കാണാനൊന്നും സമയമില്ല. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തു, കണ്ടപ്പോൾ ഇതായില്ലേ. അപ്പോൾ ആ മോളുടെ അമ്മേനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു നമ്മുടെ മിഷനുണ്ടല്ലോ, അതേ കിടത്തി കഴിഞ്ഞാൽ 36 മിനിറ്റാണ് കൊടുക്കുന്നത് ഓരോ പേഷ്യൻറ്റിന്. അപ്പം 2 വേറെ എക്സ്ട്രാ ഇതും കൂടെ ഉണ്ടോ. ഒന്ന് ഒരു വൈബ്രേറ്റ് മെഷീനുണ്ട്, രാമക്കുട്ടൻ എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അവനെ എടുത്ത് വേദന ഉള്ളിടത്ത് മുട്ടയിലും കാലിലും കയ്യിലും ഒക്കെ വയറിലും ഒക്കെ വെച്ച് കൊടുക്കും, വയറൊക്കെ കുറയാനൊക്കെ. പിന്നെ വേറൊരു റോളുണ്ട്, അതൊന്നും നമുക്ക് പാലായിലൊന്നും ചിലപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാനായിട്ടില്ല കേട്ടോ. അത് അവിടെ ഈ സംഭവങ്ങളെല്ലാം ഉള്ള മെഷീൻ 4 ഉള്ളൂ പാലായിൽ. ബാക്കി ഉള്ളത് സാധാ വേറെ മെഷീനാണ്. അപ്പം ഈ അടുത്തിരുന്നിട്ട് ഇങ്ങനെ ഒന്നും ചെയ്തു തരത്തൊന്നുമില്ല. അപ്പം എൻ്റെ ഒരാഗ്രഹം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെൻറ്ററിൽ, കണ്ണൻ്റെ ഈ സെൻറ്ററിൽ വരുന്ന എല്ലാവരുടെയും വേദന മാറി കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ എന്നെ ചെയ്യുന്നറിയോ, കസാരയൊക്കെ എടുത്ത് വലിച്ചിട്ടിട്ട് ഒരു സൈഡ് നമുക്ക് കസാരയിൽ ഇരുന്നുകൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമേ, കൈയും കാലും ഒക്കെ. പിന്നെ അപ്പുറത്തെ സൈഡ് വേദനയാന്ന് പറഞ്ഞാൽ ഞാൻ എണീറ്റ് അപ്പുറത്ത് വശത്ത് പോയി നിന്നിട്ട് ഷോൾഡറും ഒക്കെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അമ്മ പറയാ, ആദ്യം പറഞ്ഞു മോനെ എനിക്ക് കാലയിലൊന്നും വെച്ചപ്പോൾ ഒന്ന് പറഞ്ഞല്ലോ, ഈസ് പച്ചോളം മുണക്കിരിക്കുന്നു കേട്ടോ. പച്ചോളം മുണക്കിരിക്കുന്ന ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുള്ള ശരീരം, ജീവനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം ചൂടായിരിക്കും. ഹീറ്റായിട്ടുള്ള ശരീരമാണ് നമുക്ക് എപ്പോഴും നല്ലത്. തണുത്ത് വിറങ്ങലിച്ച് ഇങ്ങനെ ഇരിക്കുന്നതിന് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും, ആരോഗ്യക്കുറവായിരിക്കും, രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. എപ്പോഴും ശരീരത്തിന് ചൂടാണ് നല്ലത്. അപ്പം ഞാൻ കാലയിൽ ആ റോള് നമ്മുടെ ശരീരത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലതായിട്ട് പൊള്ളുന്ന നമുക്ക് തോന്നും അതിൻ്റെ കവറില്ലാതെ. ഞാൻ അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇല്ല മോനെ ഞാൻ അറിയുന്നില്ല, എന്തോ ഒരു സാധനം ഇങ്ങനെ അനങ്ങുന്ന പോലെ തോന്നുന്നുണ്ടോ, ഒന്നും അറിയുന്നില്ല. പിന്നെ ഞാൻ പിടിച്ച് കൊടുത്ത് ഈ 36 മിനിറ്റും ഞാൻ കാലിന് ഒരു സെക്കൻഡ് പോലും ഞാൻ മാറാണ്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ചെയ്തൊക്കെ കൊടുത്ത് ഞാൻ പറയാം, മോനെ എനിക്ക് നല്ലൊരു സുഖം തോന്നുന്നുണ്ട്, ഇതേന്ന് എണീക്കാൻ തോന്നുന്നില്ലെന്ന്. എന്നിട്ട് എൻ്റെ മകൾക്ക് നടുവിനുവേനെ കിടത്താവോ, ഞാൻ പറയാം ഇങ്ങനെ കിടത്താലോ. എന്നിട്ട് അമ്മേനെ മാറ്റേ കിടത്തിയിട്ട് മോളെയും കിടത്തി. മോക്കും അതേപോലെ തന്നെ നടുവിനും കാലിലും വിളക്കും ഒക്കെ വരുന്നതെന്ന് തൊട്ട് ഞാൻ കാലിലും വിളക്കൊക്കെ ഷോൾഡറിനും മുട്ടിനും എല്ലാം ചെയ്ത് കൊടുത്തേ, മസാജ് ചെയ്ത് കൊടുത്തേ. അപ്പോൾ ആ മോളും പറയാം, അയ്യോ നല്ലതായിട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഒരു ശരീരത്തിന് കിട്ടിയ മോൾക്ക് ഫീൽ ചെയ്യുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഒത്തിരി എനിക്ക് സന്തോഷം വരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഉള്ള കാര്യങ്ങളും ചകഞ്ഞ് എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും എന്താ പറയുന്നത് ഒക്കെ നോക്കിയിരിക്കാണ്ട് നമ്മളുണ്ടല്ലോ, ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയാണെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും ഒക്കെ നമ്മുടെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നാൽ സമയം വേറെ ഓരോ കാര്യമായിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എപ്പോഴും നല്ല ചിരിയും സന്തോഷവും ഉന്മേഷവും ഒക്കെ കിട്ടും. കട പറയുന്നുണ്ട് കേട്ടോ, ആൻറ്റി വന്നിക്കാമോ എന്ന്. പക്ഷേ എനിക്ക് യൂട്യൂബും കൊടുക്കാനും ഇപ്പം ഞാൻ തൊഴിലുറപ്പിനും ഒക്കെ പോകുന്നു. പിന്നെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളൊരു ഉത്തരവാദിത്വം ഏറ്റ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ അതേ മോണൊക്കെ എടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വലിഞ്ഞു നിൽക്കുക. എടാ കൊച്ചെ ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം, ഏതെങ്കിലും ഒരു കൊച്ചിനെ നിർത്തിയാൽ മതിയിടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 3 ദിവസം പോയപ്പോൾ എനിക്ക് ഇത്രയും പേരെ ആൾക്കാരെ കണ്ടപ്പോഴേ ഒത്തിരി ഒരു സന്തോഷം, ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. കപ്പ അവിടെ ഇരിക്കും, ഇപ്പം ചേട്ടായി വരും, ഞാൻ പോയി കഴിക്കൊണ്ട് വരട്ടെ. ഒരു സൂത്രം ജോലികളെ കാണിക്കട്ടെ. കപ്പയൊക്കെ പുഴുങ്ങി എല്ലാം റെഡിയാക്കി കേട്ടോ. ചേട്ടായിക്ക് കുളിക്കാനും വെള്ളമൊക്കെ വെച്ചു. അത് കഴിഞ്ഞപ്പം ഒരു കവറും എടുത്തുകൊണ്ട് പതിയെ പമ്മി ഇവിടെ വന്നിരുന്നു ഇത്രയും ആക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് ഇന്നത്തേനൊന്നും വേണ്ട. ഇത് അവലും മലരും അരി വറുത്ത് പൊടിച്ചതും തേങ്ങ കൊത്ത് നെയ്ക്കകത്ത് വറുത്തിട്ടതും കടലപ്പരിപ്പും അങ്ങനെയൊക്കെ ഉള്ള സാധനമാണ് കേട്ടോ നമ്മൾ പ്രസാദമായിട്ട് കൂട്ടുന്നത്. പിന്നെ ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന ഉണ്ണിയപ്പവും ഒക്കെ അരിഞ്ഞിട്ട് അതാണ് പ്രസാദം. അപ്പോൾ അതിനകത്ത് ഇന്നത്തേന് വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ വയറൊക്കെ ഫുള്ളായിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാം, ചിലരൊക്കെ എന്നോട് കമൻസിനകത്ത് പറയാറുണ്ട്, എനിക്ക് ഞങ്ങളുടെ മാതാവിനെ കാണണേ, അല്ലെ വിളിക്കുമ്പോൾ പറയാറുണ്ട്, മെസ്സേജ് ഇടുമ്പോൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇൻട്രോ ഒക്കെ എടുക്കുമ്പോൾ സിന്ധു ഞങ്ങളുടെ മാതാവിനെ കാണിക്കണം കിട്ടാതെ കേട്ടോ. അതാണ് ഞാനിങ്ങനെ ഇവിടെ ഇരുന്നത്, മാതാവിനെ നിങ്ങൾ കണ്ടോട്ടെ എന്ന് കരുതി കേട്ടോ.
അപ്പം മാതാവിൻ്റെ അടുത്തൊക്കെ പോകുന്നുണ്ട്. ഞാൻ ഈ ചില സമയങ്ങളിൽ ഓടിപ്പോകുമ്പോഴത്തേക്കും വീഡിയോ ഒന്നും എടുക്കുന്നില്ല. പെട്ടെന്ന് ഓടിപ്പോയി തിരികെ എത്തിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് ഓടിപ്പോരും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോരുത്തർ ആവശ്യങ്ങൾ പറഞ്ഞ് ഒക്കെ വിളിക്കുമ്പോഴും ഒക്കെ കേട്ടോ പോകുന്നുണ്ട്. മാതാവിൻ്റെ മുറുക്കം പിടിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേളാങ്കണ്ണിക്ക് വരെ പോകാൻ ഭാഗ്യം കിട്ടിയില്ലേ. ഞാൻ ഒത്തിരി 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 ആഗ്രഹിച്ച് ആശിച്ച കാര്യമാണ് കേട്ടോ. അതൊക്കെ നേടിയെടുക്കാനായിട്ട് പറ്റി. അപ്പം നമുക്കുണ്ടല്ലോ ഇങ്ങനെ ഓരോ നേട്ടങ്ങളൊക്കെ കിട്ടുമ്പോൾ എന്നാ നമ്മൾ ഒത്തിരി നെകളിക്കുകയും ഇതൊന്നും ആകരുത്. അതിനൊക്കെ എൻ്റെ ദൈവമേ, ഓരോന്നൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പേടി തോന്നുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ? സത്യമായിട്ട് ഉള്ളിനുള്ളിൽ എവിടെയോ ഒരു വിറയൽ തോന്നുന്നുണ്ടല്ലേ. സ്വന്തം ജനിപ്പിച്ചു എന്നുള്ള കുറ്റത്തിന് അമ്മേനെ കൊല്ലുക, എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത് അല്ലേ? എങ്ങനെ തോന്നും? സത്യം പറഞ്ഞാൽ അയ്യോ എനിക്ക് അത്ഭുതം. എന്നിട്ട് പിന്നെ ഈ ദുഷ്ടതരമൊക്കെ കാണിച്ചതിന് ശേഷം ഒന്നേ മാനസിക രോഗിയാണ്, അല്ലെ ലഹരി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ നാടിൻ്റെ പോക്ക് എന്നാണല്ലേ. ഒരു പരിധി വരെ നമ്മൾ എന്താ പറയുക, പുറം രാജ്യങ്ങളിലുള്ള ശിക്ഷാ നടപടി നമ്മുടെ നാട്ടിലും കൊണ്ടുവരണം. അപ്പോൾ ഒരു 2 പേർക്ക് അങ്ങനത്തെ ശിക്ഷ കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനത്തെ ഇതെല്ലാം മാറി കിട്ടും. ഉറുമ്പിനെ കൊല്ലുന്നവോടൊക്കെയാണ് ഇന്നിപ്പം മനുഷ്യനെ കൊല്ലുന്നു. ഒരു ദയവും ഇല്ലല്ലേ ശരിക്കും. ഇന്ന് എന്നീ നടക്കുന്നേ ദൈവമേ. ഇതൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും ഞങ്ങനെ അതൊരു വിറയലും പേടിയും കൊടുക്കും. അതും ആ മോനെ അവനെ കണ്ടു കഴിഞ്ഞാൽ മോനെ എന്നൊക്കെ അറിയാണ്ടൊക്കെ പറഞ്ഞു പോവുക. കണ്ടു കഴിഞ്ഞാൽ അവന് കണ്ട ഒരു ക്രിമിനലാണെന്ന് തോന്നുമോ? എത്ര ഒരു നല്ലൊരു മുഖവും ഐശ്വര്യമുള്ള ഒരു ഇതൊക്കെയായിട്ട് അവൻ ഇരിക്കുന്നത്, എങ്ങനെ അവന് സാധിക്കുന്നു? അവൻ വണ്ടിയെ കയറി ഇരുന്നിട്ട് പിന്നെ പോലീസ് വാഹനത്തെ കയറി ഇരുന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ഉമ്മ കൊടുക്കുന്നു, പുറത്ത് നിൽക്കുന്ന മാധ്യമങ്ങൾക്ക്. അതെല്ലാം അവൻ്റെ ഒരു പകുതി വരെ അവൻ്റെയൊക്കെ അഭിനയമായിരിക്കും. നല്ല ചൂട്ട അടി ഇടുകയുമ്പോഴത്തേനും അവനൊക്കെ തീരും. ഒരു കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവൻ്റെ ജീവിതം ഇനി എന്നതാ? പോയില്ലേ, കഴിഞ്ഞില്ലേ. കുറേ നാൾ ജയിലിൽ കഴിഞ്ഞിട്ട് ചിലപ്പോൾ പ്രായത്തിൻ്റെയും ഇപ്പം ഞാൻ പറയുന്ന ഓരോ ഇതൊക്കെ വെച്ച് ഇറക്കി വിടുമായിരിക്കും. ചപ്പാത്തിയൊക്കെ തിന്ന് ഇച്ചിരി കൊഴുപ്പിച്ച് ഗോവിന്ദചാമി ഇറങ്ങി വന്ന മാതിരി കുറച്ച് ഇതായിട്ട് ഇറങ്ങി വരുമായിരിക്കും. പക്ഷെ അവനൊരു ജീവിതമുണ്ടോ? അവനെ ആരെയും സ്നേഹിക്കുമോ? അല്ലേ? ഒന്ന് ഓർത്ത് നോക്കി. സ്വന്തം പെറ്റ അമ്മേനെ ഇങ്ങനെ ചെയ്ത് അവനെ ആരെങ്കിലും സ്നേഹിക്കുമോ? ഒരിക്കലും സ്നേഹിക്കില്ല. എല്ലാവർക്കും ഇങ്ങനെ വെറുത്ത ഇത് പേ പിടിച്ച പട്ടിയെക്കാട്ടി അറപ്പും വെറുപ്പും ആയിരിക്കും അല്ലേ? ആരെങ്കിലും അവനെ സ്നേഹിക്കും? അവൻ്റെ ജീവിതം അവൻ തന്നെ തൊലച്ച് കളഞ്ഞില്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇനി എന്തെങ്കിലും ആയിപ്പോട്ടെ, ഇനി ഉമ്മ അവനെ പൊന്നുമ്മയായിരുന്നാണ് ഓരോരുത്തർ ഈ ന്യൂസിനകത്തൂടെയും വാർത്തയ്ക്കകത്തൂടെയൊക്കെ കണ്ടത്. പോട്ടെ, ഇനി ഉമ്മ അവനെ വഴക്ക് പറയുന്നതോ അല്ലെങ്കിൽ അടിക്കുന്നു ഇടിക്കുന്നു ദ്രോഹിക്കുന്നു. ഇപ്പം നമ്മളൊക്കെ വലിയ വില്ലത്തി അമ്മമാരും അമ്മായിമ്മമാരും ഒക്കെ ആണല്ലോ. അപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടേ? അങ്ങനെ ശല്യം ഉണ്ടെങ്കിൽ മാറി ജീവിച്ചാൽ പോരെ. ഇവനാണെങ്കിൽ അവൻ പിന്നെ അവനിനി ഒരു ജീവിതം ഉണ്ടോ? അല്ലേ? അയ്യോ എൻ്റെ പൊന്നു ദൈവമേ, എനിക്ക് അത്ഭുതം തോന്നുക. സത്യം പറഞ്ഞാൽ നമുക്ക് ആരെയും ആയിക്കോട്ടെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അവരെ അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മൾ സന്തോഷമായിട്ട് മാറി താമസിക്കുക, സന്തോഷമായിട്ട് ജീവിച്ച് കാണിക്കുക അല്ലേ? അതൊക്കെയല്ലേ വേണ്ടത്. അല്ലാണ്ട് പിന്നെയും ഇങ്ങനെ എന്താ പറയുന്നത്, ഉമ്മ ജനിപ്പിച്ചതുകൊണ്ട് ഉമ്മയെ കൊന്നതാണ്, എന്നിട്ട് കരക്കാർക്കല്ല അവൻ ഉമ്മ കൊടുക്കുന്നു. ഇവനെയൊക്കെ ഉണ്ടല്ലോ പിടിച്ച്, സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ശിക്ഷാ നിയമത്തിൻ്റെ ഇത് തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. ഇത് വെച്ച് ശിക്ഷ ചെയ്യുന്നോ ആ അവയവം വെട്ടുന്ന ഒരു ശിക്ഷാ നടപടിയുണ്ട്. ഇപ്പം നിസ്സാരം നമ്മുടെ ഒരു ഏതോ ഒരു നാട്ടിൽ പോയി കിടന്നിട്ട് അതിനെ തൂക്കിക്കൊല്ലാൻ വെച്ചിരിക്കുന്നുണ്ടോ? അതൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ നിയമത്തിൻ്റെ ഇതിൽ തെറ്റ് ചെയ്തു എന്നായി. അങ്ങനെ അവരുടെ ആ നിയമം അത് അംഗീകരിക്കുക, ഒരു ഇളവുമില്ല എന്ന് പറഞ്ഞോണക്കാണ് നമ്മുടെ ഈ നാട്ടിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല. അപ്പനെ കൊല്ലുവോ, അമ്മേനെ കൊല്ലുവോ, കൂടപ്പറമ്പുകളെ കൊല്ലുവോ, ചേട്ടനെ കൊല്ലുവോ, ചേച്ചിയെ കൊല്ലുവോ, ആരെ കൊന്നാലും പ്രശ്നമില്ല. അത് വെട്ടിക്കൊന്നാലും കൊന്നില്ല, കുത്തിക്കൊന്നാലും കുഴപ്പമില്ല. എങ്ങനെ കത്തിയെടുത്ത് പച്ച ശരീരത്തൊക്കെ വെട്ടാനൊക്കെ ഉള്ള മനസ്സ് എങ്ങനെ തോന്നും അല്ലേ? എൻ്റെ ദൈവമേ, ശരിക്കും പറഞ്ഞാൽ ഈ വാർത്തയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ചങ്കിനകത്തൊരു കിടുക്കം പോണക്ക, ഒരു പേടി പോണക്ക. സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ. സത്യം അയ്യോ, ഒരു പരിധി വരെ നമ്മൾ ഓരോ കാര്യങ്ങളും ഉണ്ടല്ലോ, ഒരു പരിധി വരെ നമ്മൾ നമ്മുടേതായ സ്വന്തം കാര്യങ്ങൾ നോക്കി നമുക്ക് ശരിയാണെന്നേ. ഇനിയിപ്പം അമ്മ വഴക്കാണ്, അപ്പം വഴക്കാണ്, ആൾക്കാർ മൊത്തം വഴക്കാണ്, അല്ല അയൽവക്കംകാർ വഴക്കാണ്, ജീവിക്കാൻ പറ്റുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി സ്വസ്ഥവും സമാധാനമായിട്ട് നമ്മൾ ഹാപ്പിയായിട്ട് ജീവിക്കണം, മാറി നിൽക്കണം. ഈ ഉമ്മ അവനെ ദ്രോഹിക്കുന്നുണ്ടായിരുന്നു, ഇനി അടുത്ത കഥ ഏതായിരിക്കും വരാൻ പോകുന്നത്? ഉമ്മ അങ്ങനെ ദ്രോഹിക്കുമായിരുന്നു, അല്ലെ വാപ്പ ഇങ്ങനെ ദ്രോഹിക്കുമായിരുന്നു. അതൊക്കെയല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഇപ്പം നമ്മൾ ജനിപ്പിച്ച മക്കളെപ്പോലും ഒന്നും പറയാനോ അധികാരം പറയാനോ അവകാശം പറയാനോ ഒന്നും പറ്റത്തില്ലാത്തൊരു കാലമാണ്.
ഒന്നും മേലാത്ത ഒരു അവസ്ഥയിൽ കൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന മക്കൾ ആരും ചിന്തിക്കുന്നില്ല, നാളെ എനിക്കും ഇത് തന്നെയാണ് അവസ്ഥ, ഞാനും ഇങ്ങനെ മുമ്പോട്ടേക്ക് പ്രായമാകും, ഞാനും അച്ഛനാവും, അമ്മയാവും, അല്ലെങ്കിൽ വല്യമ്മയും വല്യച്ഛനും ആവും, ഇങ്ങനൊന്നുമുള്ള ചിന്തകളില്ല. ഇന്നത്തെ കഴിഞ്ഞാൽ അങ്ങ് 1-2 വെളുത്താൽ നേരം വെളുത്തു എന്നുള്ള ഒരു ഇതാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടല്ലോ, ഇതിനെല്ലാം ആരെ ദ്രോഹിക്കുന്നു, ആരെ ദ്രോഹിക്കുന്നു, ഈ പറയുന്ന ഞാൻ ഒരു മറ്റൊരാളെ ദ്രോഹിച്ചിട്ടുണ്ട്, അതിനുള്ള ഫലം ഈ ഭൂമി തന്നെ കിട്ടി അത് അനുഭവിച്ചിട്ട് മാത്രമേ നമ്മൾ മരിക്കത്തുള്ളൂ. കാരണം ഈ സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നത് ഈ ഭൂമി തന്നെയാണ്. നമ്മൾ ഓരോ കാഴ്ചകൾ കാണുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയ ആ രോഗിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം ഭാര്യയുടെ മുഖത്തോട്ട് മലം എടുത്തെറിഞ്ഞു, ഭാര്യ വരെ ഉപേക്ഷിച്ച് പോയി. ആരാ ഇപ്പം നോക്കാനുള്ളത്? ആ കിടന്ന കിടപ്പിലും നരകിക്കുമ്പോഴും ചെയ്ത പ്രവൃത്തികൾ തന്നെ ആരാ ഇപ്പം നരകിച്ചുകൊണ്ടിരിക്കുന്നത്? ജീവിതം എങ്ങനെയായിപ്പോയി, എന്തായിപ്പോയി? അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ കാണിക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മളെയൊക്കെ നമ്മുടെ പരിസരത്തുള്ള ഓരോ മനുഷ്യരുടെയും ജീവിതം വെച്ച് നമ്മളെ കാണിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടും എന്തേ പഠിക്കാത്തേ? എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനെ ദ്രോഹിക്കുന്ന മക്കളാണെങ്കിൽ ദൈവമേ, നിങ്ങൾക്കും പരിശീലക്കണം എന്നാണ് ഇതിനൊക്കെ പറയുന്നത്. ഉറപ്പായിട്ടും ഇതിൻ്റെ 4 ഇരട്ടി അധികം നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും, വേദനിക്കേണ്ടി വരും, സത്യമായിട്ടും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ദുഷ്ടത്തരം ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് ജീവിക്കുക. നമുക്ക് എനിക്ക് അറിയത്തില്ല പറയേണ്ടത് അത്രയ്ക്കും. ഇപ്പം ഞാൻ ആ ഒരു വാർത്ത ഇങ്ങനെ യൂട്യൂബ് ചുമ്മാ നമ്മുടെ കമൻറ്റൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ വിടുമ്പോഴത്തേനും തന്നെ ഈ വരുമല്ലോ യൂട്യൂബിനകത്ത്, ദൈവം എനിക്ക് അത്ഭുതം തോന്നുവാണ്. ഇത് എന്നാ നടക്കുന്നത്? ഒരു വീട്ടിലോട്ട് ചെല്ലുക, 4 എണ്ണത്തിനെ കൊല്ലുക. ഇതൊക്കെ എന്നെ ഉറുമ്പിനെ നമ്മൾ ഞെരടി കൊല്ലുന്നതിന് സമമായിട്ടാണ് ഇപ്പം മനുഷ്യനെ കൊല്ലുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, മനുഷ്യനെ കൊന്നാൽ ഇന്ന് വിലയില്ല. മൃഗങ്ങളെയൊക്കെയാണ് നമുക്ക് തൊടാൻ പറ്റത്തില്ല, അതല്ലേ? മനുഷ്യനെ കൊന്നാലൊന്നും ഒരു വിലയില്ല. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ പേടിയുണ്ട്. പക്ഷെ നമുക്കൊക്കെ ഓരോ ദിവസവും ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും, നാളെ ഓരോ ദിവസം നീളും തോറും നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു പേടി ഭയമുണ്ട്. പക്ഷെ നമുക്ക് ജീവിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയോ? നഷ്ടങ്ങളെയെല്ലാം ഞാൻ ഓർമ്മകളാക്കി മനസ്സിൽ ഹൃദയത്തിൽ സൂക്ഷിച്ച് വെച്ചേക്കുക. നമ്മൾ എന്തൊരു കാര്യമാണേലും നമ്മളെ ഒത്തിരി കരുതലോടെ പ്രതീക്ഷയോടെ ആയിരിക്കും ഓരോ കാര്യങ്ങളും. അത് നമ്മുടെ മക്കളായിക്കോട്ടെ, സ്വത്തായിക്കോട്ടെ, വീടായിക്കോട്ടെ, നമ്മുടെ ജീവിതമായിക്കോട്ടെ, നമ്മുടെ സൗന്ദര്യമായിക്കോട്ടെ, അങ്ങനെ പലതും നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടെ ആയിരിക്കും. അങ്ങനെ എന്നിൽ നിന്ന് പോയേക്കുന്നതെല്ലാം, നഷ്ടങ്ങളെല്ലാം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഓർമ്മകളാക്കി വെച്ചിട്ടുണ്ട്, സത്യം. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവമാണ് ഗുരു. അതെല്ലാം ഞാൻ പാഠമാക്കും. ഓരോ കാര്യവും മനസ്സിലാക്കി വരും. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തതെന്താ, പ്രവർത്തിച്ചതെന്താ, നമ്മളിലോട്ട് ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്നതെന്താ. അപ്പം ഞാൻ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളെല്ലാം ഞാൻ ഓരോ പാഠങ്ങളാക്കി മനസ്സിൽ വെക്കും. പിന്നെ എനിക്ക് എൻ്റെ ഇതിൽ ചെയ്യാൻ പറ്റുന്ന നന്മകളൊക്കെ ഞാനതൊരു വിജ്ഞാനമായിട്ട് മനസ്സിലിങ്ങനെ വെക്കും. അതുകൊണ്ട് തന്നെ ഇതൊന്നും എന്തൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ശാശ്വതമല്ല, ഇതൊന്നും നമുക്കുള്ളതല്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഭൂമിയിലോട്ട് വന്നപ്പം ഒരു ഡ്രസ്സ് പോലും ഇല്ലാണ്ട് ജനിച്ചു വീണു. നമുക്ക് പോകുമ്പം ഈ ഒരു ഡ്രസ്സെങ്കിലും കിട്ടണേ എന്നുള്ള ഇതൊന്നും ശാശ്വതമല്ല ഒന്നിനും. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുന്നു. അതാണിപ്പം ഞാൻ ശരിക്കും ജീവിക്കുന്നത്. സത്യം ഞാൻ പറയാം, നിങ്ങളോട് തുറന്നു പറയാം. കാരണം എന്നാ പറയുന്നത്, ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും കാണുമ്പോഴത്തേക്കും ഒക്കെ നമ്മുടെ മനസ്സിലോട്ട് ഇതെല്ലാം വരും. എന്നാണേലും മന്ദബുദ്ധികളും പൊട്ടരുമൊന്നും അല്ലല്ലോ. നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ പ്രവർത്തിച്ചേക്കുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്തേക്കുന്ന കാര്യങ്ങളും ഒക്കെ മറന്നു പോകാനായിട്ട് നമ്മൾ പൊട്ടരോ മന്ദബുദ്ധികളോ പോലുമാണോ? അല്ല. ഒരു പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് മറക്കും, അല്ലേ? എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തേക്കുന്ന കാര്യങ്ങളും കാണുന്ന കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത്, എൻ്റെ ഈ ചാനലിൽ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്ത്, എന്നെ സ്നേഹിച്ച, എന്നെ ചേർത്ത് പിടിച്ച ആൾക്കാരുടെ കാര്യം പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടു. അതെൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യം, അല്ലേ? അപ്പം എനിക്കൊരു നന്മ തരുന്ന, അല്ലെ എന്നെ ചേർത്ത് പിടിക്കുന്ന വ്യക്തികളോടൊപ്പം ഞാൻ ഇന്നും കൂടെ ഉണ്ടാവും കേട്ടോ. അത് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലോ അവനോട്ടുകൊണ്ട് ഒന്ന് ഇടിച്ചു പൊട്ടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.